ഞാനൊക്കെ ഒരു 14 വയസ്സിന് ഇപ്പുറത്ത് ഒരമ്പലത്തിലും പോയിട്ടില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം. ഏതായാലും അമ്മ ഒരു ജ്യോതിഷിയെ കാണാൻ പോയപ്പോൾ എൻ്റെ ജാതകം നോക്കിച്ചു. വെറുതെ പോയതാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ജ്യോത്സ്യന്മാർ പല കള്ളങ്ങളും പറയുന്ന ആളുകളാണ്. അദ്ദേഹം എൻ്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ വക്കീലാകും എന്ന് മാത്രമല്ല കള്ളക്കേസുകൾ വാദിച്ച് ജയിക്കും എന്ന് അത് പ്രവചിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ പ്രവചനവും ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുമാത്രമല്ല, അതിനേക്കാളും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ വീട്ടിലൊരു വേനലിൻ്റെ അവധിക്ക് പോയ സമയത്ത് അവിടെ ഒരു കൈനോട്ടക്കാരൻ വന്നു. കൈനോട്ടക്കാരൻ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ ഒരു നേതാവാകും, തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കും എന്നാണ്. സത്യം പറഞ്ഞ ഈ 2 പ്രവചനങ്ങളും പിന്നീട് ശരിയായി എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ട്രേഡ് യൂണിയൻ നേതാവാകുമെന്ന് ഞാൻ അന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ പിൽക്കാലത്ത് ലേബർ കേസുകളാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തത്. അങ്ങനെ ഒരുപാട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ത്യാഗം എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ പോലും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരവസരം ലഭിച്ചു, അഭിഭാഷകനായി എന്നുള്ളത് സത്യമാണ്. കള്ളക്കേസുകൾ വാദിച്ചു ജയിച്ചു എന്നിപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സത്യം പറഞ്ഞതിന് ചില പരിമിതികളുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല.